പറയുന്ന പോസിറ്റീവ് റിവ്യൂസിനൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമായില്ല എന്ന് പറയാം. പക്ഷെ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആദ്യം. ചെറിയ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ്. അത് ഷൂട്ട് ചെയ്ത് വലുതാക്കാൻ നോക്കുന്നുള്ളൂ. തുടങ്ങിയപ്പോൾ കൊച്ചു സിനിമയായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട സിനിമ ചെയ്തിട്ട് നമ്മള് ഇറക്കിയിട്ട് ചെറിയ പ്രിന്റ് ഒക്കെ ആൾക്കാര് ട്രെയിനിലൊക്കെ കാണുന്ന വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായി. അതുപോലെ അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അപ്പോൾ എല്ലാവർക്കും ബാധിക്കണമെന്നില്ല. കാരണം നമുക്ക് കലാകാരൻ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനം. ഇപ്പം നമ്മളതൊന്നും പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേരുടെ അധ്വാനമാണെങ്കിലും അത് നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും അല്പം ബ്ലഡിലുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ മനഃപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിലോ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ നമ്മുടെ അവകാശമാണെന്ന് പറയും. ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും. നിങ്ങൾ ഇറക്കിയ കോടികൾ നിങ്ങളിപ്പോൾ 50 കോടി മുടക്കിയിട്ട് സിനിമ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് 10 രൂപ മുടക്കാതെ ഞങ്ങളുടെ ഫോണിൽ കണ്ടത് നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല അതിൽ. പക്ഷേ അത് ഒരിക്കലും ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ഇപ്പോൾ സിനിമ അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമയിലെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾ സിനിമ കണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ വരുമാനം. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ക്യാമറകൾ നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനാസ്പദമാക്കിയല്ലേ, സിനിമ ബേസ് ചെയ്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഈ സിനിമ ഉള്ളതിൻ്റെ പേരിലാണ്. സിനിമ നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം വരില്ല. നമ്മൾ വേറെ പണിക്ക് പോകും, നമുക്ക് വേറെ പണി കിട്ടും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അത് നശിപ്പിക്കാതിരിക്കാം മാക്സിമം. എന്ത് സിനിമയിൽ ജാതി കൊണ്ടുവരുന്ന ഒരു ചർച്ചയാണ്. അതോടൊപ്പം തന്നെ ഒരു റിവ്യൂമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തുന്നു. ഒരു വലിയ റിവ്യൂ എന്ന സ്വന്തം അവകാശമാണ്, അത് റിവ്യൂ പിൻവലിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട്. ഡയറക്ടർ എങ്ങനെയാണ്? അല്ല, റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. റിവ്യൂസ് സിനിമയെ ബാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നിട്ട് അതൊക്കെ തെറ്റായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട്. പിന്നെ റേറ്റിംഗ് നോക്കും, റിവ്യൂസ് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു 10 പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും. ഇപ്പം നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഇരുപുണ്ട്, നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന പറയും എനിക്ക് അത്ര വർക്കായില്ല. പലരും പല അഭിപ്രായം പറയും. ആ അഭിപ്രായം എല്ലാം കൂടി ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കയറിയെന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറുള്ളൂ. അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസിനൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും, പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് അയാൾ പറഞ്ഞത് വേദവാക്യമാണ്, പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം. അതൊക്കെ തന്നെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത്
കറക്റ്റായിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അത് ഫേക്ക് ആണോ ഇവർ പറയുന്നത് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക. നമ്മൾ സിനിമ കാണുക, അത് കൊള്ളില്ലെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമായില്ല എന്ന് പറയാം. പക്ഷേ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നതെന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം കാണുന്നവൻ കണ്ടോട്ടെ, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പണ്ട് ഒരു കൊച്ചു പറഞ്ഞ പോലെ എന്താണ്, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ശരിയാവുന്നവർക്ക് ശരിയാവട്ടെ, അത്രേ ഉള്ളൂ. ആ. ഈ സിനിമ ഒരു പ്രാവശ്യം റിലീസിംഗ് ഡേറ്റ് തീരുമാനിച്ച് വന്നിട്ടായിരുന്നു, രണ്ടാമത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സിനിമ സമരം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളുടെ റിലീസ് കഴിഞ്ഞ ഫെബ്രുവരി 23 സിനിമാ സമരം പ്രഖ്യാപിച്ച സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു, ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പണിയെടുത്തുന്ന ആൾക്കാരല്ലേ. നമ്മളൊരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ സിനിമ അങ്ങനെ സിനിമാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇപ്പോൾ എല്ലാവരും ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബന്ധു ഒരു ഹർത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാതൊക്കെയാണ് കടയും വീടൊക്കെ അടച്ചിട്ട്, അപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ടാണ്. ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ, ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലും എന്നുള്ള പേടി കൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട്, കാരണം അതിനുശേഷം കണ്ടിന്യൂസ് സിനിമകൾ, വലിയ സിനിമകൾ, വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും. കാരണം നമുക്ക് അനുവദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു തിയേറ്ററുകാർ. ആ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാർ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ. അതിപ്പോഴാണ് എല്ലാവരും പറഞ്ഞു അർജുനെ പോലെ ഇതേപോലെ ഒരു സ്ക്രീൻ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ഓരോ തവണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രമേയത്തിലെ പെർഫോമൻസ് അനുസരിച്ച് അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോൾ കരിയർ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, ആ ഗ്രാഫ് അതേപോലെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സിനിമ വരുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം എൻ്റെ ഓഡിയൻസ് ഇത് കറക്റ്റായിട്ട് കൺവേ ആവും, അല്ലെങ്കിൽ എൻ്റെ ഇത് ചെയ്യുവാണെങ്കിൽ ക്ലിക്ക് ആവും എന്ന് വിചാരിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയായിരിക്കും? ഓരോ കഥാപാത്രം ക്ലിക്ക് ആവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. ആക്ച്വലി പ്രമേയം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു, ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം, പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജോണർ ആണല്ലോ. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നതോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാളെ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയൊരു പടം ആദ്യത്തേതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നാദിഷിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ. കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ നാദിഷിക്കനെ നന്നായിട്ട് നല്ല പരിചയമുണ്ട്, ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാദിഷിക്കയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ, നടനാവുന്നതിലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാദിഷിക്ക വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പരിപാടിയാണ്, കേട്ടു നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കേട്ടു, ഇഷ്ടപ്പെട്ടു. മുബീനെ അപ്പോൾ ആദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഇവനും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതിനി കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അർജുൻ ബ്രോ, ഇപ്പോൾ ഈ 2 കൺട്രീസ് കണ്ട സമയത്ത് അജു വർഗീസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാനും അൺലേൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു റാഫിക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റുമോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിൽ? നമ്മൾ ഓരോ പടം കഴിയുന്നതും, നീ ഇത് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ, നമ്മൾ ഓരോ പടം കഴിയുന്നതും എന്തായാലും പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും. ഇപ്പം ആദ്യമായിട്ടാണല്ലോ നാഷിക്കയുടെ കൂടെ വർക്ക് ചെയ്യണം. കാരണം എനിക്ക് നാഷിക്കനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത്. അല്ല, അവന് ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു. കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അല്ല
അത് അച്ഛൻ അപ്പൊ പണ്ട് നീ പറഞ്ഞു. അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അത് ഇല്ല മാറ്റി. അടിപൊളിയായിരുന്നു. കാരണം ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മള് സെറ്റില്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു മൊത്തം. റാഫിക്ക ഇങ്ങനെ വരും, പരിപാടി പറഞ്ഞു തരും. റാഫിക്ക കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അത് ഞാനത് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം. ആഷിക്ക് നോക്കണ അറക്കൊടുത്തോളാം. പക്ഷെ രസമായിരുന്നു. കാരണം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ കഥകൾ ഭയങ്കര രസം, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു പടമാണ്. ഞാൻ പറഞ്ഞത് ഇവൻ തല്ലണല്ലോ റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നുമില്ലടാ, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞേ ആണോ, ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ സീൻ ചെയ്തില്ലടാ. പിന്നെ കുറച്ച് കരിപ്പായി. ഇപ്പം ഒരു സിനിമയെക്കാൾ കൂടുതൽ ഒരു കഥാപാത്രത്തെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ രമണൻ എന്നുള്ള കഥാപാത്രം എപ്പോഴും മുൻപിലുണ്ട്. ട്രോളുകളിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെയ് ദിനം വരുമ്പോൾ മുതലാളിയുടെ മുഖത്ത് നോക്കി ചെറ്റയെന്ന് വിളിച്ച ഏക തൊഴിലാളി രമണനാണെന്ന തരത്തിലുള്ള നെറേറ്റീവുകളൊക്കെ വരുന്നുണ്ട്. ഏതൊരു തിരിച്ചടിക്കാത്ത മുതലാളി. അപ്പം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്, എഴുതി വെച്ച ആളാണ് റാഫിക്ക. അപ്പോൾ അർജുന് റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പോൾ മാത്രമല്ല റാഫിക്കയുടെ ഒരു കോ ആർട്ടിസ്റ്റ് കൂടെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഇത്രയും ഒരു ഹിറ്റ് മേക്കർ, അപ്പോൾ ഒരു ലെഗസി, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചാബി ഹൗസ് പോലെ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല. സിറ്റുവേഷനലി കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതില് തമാശ ഉണ്ട്, ഇല്ലാന്നല്ല പറയണേ. പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളടുത്ത്. അപ്പൊ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ അവര് ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ രസം പരിപാടിയാണ്. അപ്പൊ നമുക്ക് അടിപൊളിയായിരുന്നു. ഏതൊക്കെ ലൊക്കേഷനിൽ എത്ര ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടാണ് പടം ഫുൾ കഴിഞ്ഞത്? റിസ്ക് എടുക്കാൻ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിരുന്നില്ല, അതുകൊണ്ടാണ് വൈകിയത്. അല്ല, അക്കാര്യത്തിലും പറഞ്ഞുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി അതുകൊണ്ടാണ്. പുതിയ താരങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും ഓരോ പുതിയ നായകന്മാരും മലയാള സിനിമയിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് അവർ റിസ്ക് എടുക്കുള്ളൂ. അപ്പോൾ അതിന് തയ്യാറായ സാറിന് ഞങ്ങളുടെ താങ്ക്സ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ്, വീണ്ടും താങ്ക്സ് പറയാം. താങ്ക് യു. താങ്കൾ റാഫിയായിട്ട് കൂട്ടെടുത്ത് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ എക്സ്പെക്ട് ചെയ്യരുത്, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ശരിക്കും പറഞ്ഞാൽ എന്താ റിവ്യൂസിനെ അതിനെ പേടിക്കുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, എന്താ പറയുക, ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി പറിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. കാരണം ഞാൻ പറയാം, ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒറ്റ വാക്കി പറഞ്ഞ അതാണ്. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ റാഫിക്ക, നാദിർഷ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞതാണ്. ഇതിനകത്ത് എന്ന ചിരിയുണ്ട്, പക്ഷെ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. മുബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സിനിമയിൽ മുബിനാണ് ഈ സിനിമയിൽ മെയിൻ റോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൽ മുബിനാണ് കറക്റ്റ് മാച്ച് തോന്നിയാൽ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ? അങ്ങനെയല്ല, ഇതിനകത്ത് സിനിമയിലിപ്പോൾ ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മുബിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മുബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. ഇത് എവിടെ ഇരുന്നത്? പുറത്തറിയാൻ കൊള്ളില്ലാത്ത സാധനമാണ്. അത് എൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇത് ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിലീസ് ആവാറായല്ലോ. ഇനിയിപ്പോൾ എന്ത്
അന്വേഷിക്കാൻ പോയില്ലടാ. ഏതായാലും ഞാനത് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മൂവിന്. ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ഇപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞിറങ്ങും. ഞാൻ റാഫിക്കയോട് ചോദിച്ചു, ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ലേ ഇയാളുടെ പടത്തിലെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന്, ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടത്തുന്ന ആൾ, ഇയാൾ തന്നെ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാനൊരു ചെവിക്കൊടി കേട്ട് മറ്റു ചെവിക്കൊടി കളഞ്ഞു. പക്ഷെ കറങ്ങി തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് നല്ല ഞാൻ അതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ, മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന്, ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതാണ് വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ. ഒരു പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൂടുതൽ തള്ളി മറിക്കണമെന്നില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളെല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഇനി മൈക്ക് ഞാൻ അർജുന അശോകന് അച്ചു. ഹലോ, എല്ലാവരെയും കണ്ടതിൽ ഒരു സന്തോഷമുണ്ട്. കുറച്ച് ബാസ് കുറച്ച് കൊടുത്ത് ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പോൾ നാദർഷിക്കയും റാഫിക്കയും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാള പടം എന്ന് പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ, പക്ഷേ സിനിമ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വിളിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും. ഇപ്പോൾ അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മെയ് 31 പടം റിലീസാകുകയാണ്. ഇപ്പോൾ തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണണം, എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം. താങ്ക് യു. ഇനി ശരിക്കും നായകൻ കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതേപോലെ വാപ്സിൻ്റെയും നാഷിഖാൻ്റെയൊക്കെ സിനിമകളും പരിപാടിയൊക്കെ നട്ട് തന്നെയാണ് വളർന്നത്. അപ്പം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതൊന്നുമല്ല, എന്നാലും അത്ര പെട്ടെന്നുമല്ല. എന്നാലും ഇപ്പോൾ നല്ലൊരു സമയത്ത് ആണ് ഇപ്പോൾ റിലീസിനെന്ന് വിശ്വസിക്കുന്നു. പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്, ചില ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും 31 പടം ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. ദേവിക നായിക. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക് യു. ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുമ്പോൾ അത് സത്യമാണ്. സത്യമായിട്ടും റാഫി സാറിൻ്റെയൊക്കെ പടം, നാദിർഷ സാറിൻ്റെ ആണെങ്കിലും ചെറുതാകുമ്പോൾ മുതൽ കണ്ടു വളർന്ന ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിൻ്റെയൊക്കെ പടം എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ന്യൂസ് കേട്ടപ്പോൾ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, റിവ്യൂസ് പറയുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിന് സത്യസന്ധമായ റിവ്യൂസ് പറയാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മുബിൻ ചേട്ടൻ പറഞ്ഞ പോലെ
എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വേണ്ട സിനിമ കൊച്ചാണെങ്കിലും നല്ല കാശുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് കട്ടക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാറ്. ആ അതെ അതെ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷെ അതിൽ ഈ ഡ്രസ്സിനുള്ളിൽ ഒരു കലാകാരനുണ്ട് എന്ന് കണ്ടെത്തി അല്ലേ. അപ്പോൾ അത് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലക്സ് ഞാനിതിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ താരങ്ങളല്ലാത്ത ആളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. സൈലക്സ് ശരിക്കും പറഞ്ഞാൽ സൈലക്സിന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് സൈലക്സ് ഒരുപാട് നല്ല സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. നമ്മുടെ 2018 എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമകളുടെ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 3 വർഷം. അതെ. അപ്പം സൈലക്സ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റാഫിക്ക എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ സൈലക്സ് ആണ് അത് ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ഒരു ടീമിലേക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് സൈലക്സിൻ്റെ ഒരു മനസ്സുകൂടി ഉണ്ട്. സാധാരണഗതിയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കുന്നില്ല. ആരെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടറാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ സൈലക്സിനെ പരിചയപ്പെടുന്നു. സൈലക്സിന് താങ്ക്സ്. പിന്നെ എന്താ പറയുക, ഈ സിനിമ റാഫി നാദിർഷ എന്ന് പറയുന്ന ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിച്ചിരി. അതായത് റാഫിക്കയുടെ സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. ഒരുപാട് നല്ല കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ പിന്നെ കുറച്ച് കോമഡി എന്ന് പറയുന്ന സിനിമകളും പിന്നെ എൻ്റെതായ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഞാനും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുമ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സിനിമയല്ല ഇത്. അത് ആദ്യമേ പറയുകയാണ്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ജോണർ സിനിമയാണ്. ചിരിക്കാനുള്ള ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുള്ളതുണ്ട്. കാരണം ആദ്യമേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഹ്യൂമർ എന്ന് പറയുന്നത് നിന്റെ ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ കണ്ടിട്ട്. ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വിചാരിച്ചത്. പക്ഷെ നീ അത് കോമഡി ആക്കിയത്. നീ കഥ പറയല്ലേ അടച്ചുണർത്തിട്ട്. ആ മഴ തന്നെ ഞാൻ അഭിനയിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണ്. നിനക്ക് മയക്കല്ലേ ക്ലൈമാക്സ് പറഞ്ഞ. അപ്പോൾ ഇതൊരു ത്രില്ലർ ജോണർ